സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് മുന്നേ നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 കേരള ബജറ്റ് പ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര രൂപയായാണ് വർദ്ധിപ്പിച്ചത്? 2000 രൂപയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2000 രൂപയായിട്ടാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്. അടുത്ത ചോദ്യം, റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ലൈഫ് സേവർ പദ്ധതി. ലൈഫ് സേവർ പദ്ധതി. ഏത് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത്? ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത്? തൃശൂർ ജില്ലയിലാണ്. ഓപ്ഷൻ സി, തൃശൂർ ജില്ല. കേരളത്തിലെ നിലവിലെ ജയിൽ DGP ആര്? കേരളത്തിലെ നിലവിലെ ജയിൽ DGP ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആര്? ശ്രീ ബൽറാം കുമാർ ഉപാധ്യായയാണ്. ശ്രീ ബൽറാം കുമാർ ഉപാധ്യായ. 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. NS മാധവൻ. ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കേരളമാണ്. കേരളം. ലോകസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആര്? ലോകസഭയിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? 2026 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്നത് 3 രാജ്യങ്ങളാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. നിലവിലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആര്? നിലവിലെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ? 2026 ഏഷ്യൻ ഗെയിംസ് നഗോയയാണ്. ജപ്പാനില് നഗോയ. 2026 ഏഷ്യൻ ഗെയിംസ് വേദി നഗോയ, ജപ്പാൻ. നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ജാവലിൻ ത്രോ. ജാവലിൻ ത്രോ. ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. 2024 ജൂലൈ 1. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് IPCക്ക് പകരം നിലവിൽ വന്ന പുതിയ നിയമം? IPCക്ക് പകരം നിലവിൽ വന്ന പുതിയ നിയമം BNS ആണ്. ഭാരതീയ ന്യായ സംഹിത. ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞർ? ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞരാണ് N. ജയൻ, E. ശ്രീധരൻ. N. ജയൻ, E. ശ്രീധരൻ. പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏത്? പ്രീ പ്രൈമറി മുതൽ അധ്യാപക പരിശീലനം വരെയുള്ള വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ട്സ്. പദ്ധതിയുടെ പേര് സ്റ്റാർട്ട്സ്. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന? 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ്.
വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കുവാൻ കഴിയുന്ന ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തിനം. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കുവാൻ കഴിയുന്ന ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെൽവിത്തിനമാണ് ആദ്യ. ഓപ്ഷൻ ബി ആദ്യ. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനമുള്ള നഗരം ചെന്നൈയാണ്. ചെന്നൈ. 2025 ബുക്കർ പ്രൈസ് ജേതാവ്. 2025 ബുക്കർ പ്രൈസ് ജേതാവ് ഡേവിഡ് സലായ് ആണ്. ഡേവിഡ് സലായ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയ ജലശക്തി മന്ത്രാലയത്തിന്റെ 6ാമത് ദേശീയ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പായം. ഓപ്ഷൻ ബി പായം. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായി നിയമിതയായത്. യൂണിസെഫ് ഇന്ത്യയുടെ സെലിബ്രിറ്റി അഡ്വക്കേറ്റായിട്ട് നിയമിതയായത് കീർത്തി സുരേഷാണ്. കീർത്തി സുരേഷ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്കാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് കേരള സവാരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. കേരള സവാരി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് പാറളമാണ്. ഓപ്ഷൻ ബി പാറളം. ചെനാബ് നദിയിൽ നിലവിൽ വരുവാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി. ചെനാബ് നദിയിൽ നിലവിൽ വരുവാൻ പോകുന്ന ജലവൈദ്യുത പദ്ധതി സാവൽകോട്ട് പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാവൽകോട്ട് പദ്ധതി. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ഖാലിദ് എൽ എനാനിയാണ്. ഖാലിദ് എൽ എനാനി. 48 വർഷങ്ങൾക്ക് ശേഷം മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി. 48 വർഷങ്ങൾക്ക് ശേഷം മിസ്സിസ് യൂണിവേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഷെറി സിംഗ്. ഓപ്ഷൻ സി ഷെറി സിംഗ്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ് ലാസ്ലോ ക്രാസ്നഹോർക്കെയാണ്. ലാസ്ലോ ക്രാസ്നഹോർക്കെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായിട്ട് നിയമിതനായത് ആര്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. ഓപ്ഷൻ ബി സുരേഖ യാദവ്. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം. ആസ്ട്ര MK3 മിസൈലിന്റെ പുതിയ ഔദ്യോഗിക നാമം ഗാണ്ഡീവ. ഗാണ്ഡീവ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫീന ലത്തീഫ്. സഫീന ലത്തീഫ്. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റ്. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റാണ് കൈപ്പർ. ഓപ്ഷൻ ബി കൈപ്പർ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും 2025 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്ത്? ലോക ഭൗമ ദിനം ഏപ്രിൽ 22. 2025 പ്രമേയം
നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. അവർ പവർ അവർ പ്ലാനറ്റ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേരെന്ത്? തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പലിന്റെ പേര്? സമുദ്രപ്രതാപ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സമുദ്രപ്രതാപ്. 2026 എത്ര പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചത്? 2026 എത്ര പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചത്? 5 പേർക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5 പേർക്ക്. താഴെ പറയുന്നവരിൽ പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി ആര്? താഴെ പറയുന്നവരിൽ പത്മവിഭൂഷൺ ലഭിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജസ്റ്റിസ് കെ ടി തോമസ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് 2026 ലഭിച്ച പുരസ്കാരം ഏതാണ്? വെള്ളാപ്പള്ളി നടേശന് 2026 ലഭിച്ച പുരസ്കാരം ഏത്? പത്മഭൂഷൺ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പത്മഭൂഷൺ ആണ് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചത്. 2026 കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? 2026 കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കീർത്തി ചക്ര പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശൗര്യചക്ര പുരസ്കാരം നേടിയ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൗര്യചക്ര പുരസ്കാരം നേടിയ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ നേവിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്ത്യൻ നേവി. അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആര്? അയൺ ബട്ടർഫ്ലൈ എന്ന വിളിപ്പേരുള്ള അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സൈന നെഹ്വാൾ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഹാംനെറ്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹാംനെറ്റ്. മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ആര്? മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. പോൾ തോമസ് ആൻഡേഴ്സൺ. 2024-25 വർഷത്തെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് നഗരസഭയാണ്? 2024-25 വർഷത്തെ മികച്ച കോർപ്പറേഷനുള്ള സ്വരാജ് ട്രോഫി നേടിയ നഗരസഭ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ഉഴമലയ്ക്കൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ഉഴമലയ്ക്കൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ഏത് ഗ്രാമപഞ്ചായത്താണ്? ഉഴമലയ്ക്കലാണ്. ഏത് ജില്ലയിലെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയത് കണ്ണൂരിലെ ഏത് സ്കൂളാണ്? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. കണ്ണൂരിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവസാനത്തെ ചോദ്യമാണ്, പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പാവക്കളി രൂപം ഏത്? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പാവക്കളി രൂപം പാവക്കഥകളിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാവക്കഥകളി. 50 ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.